ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുധിച്ചേട്ടൻ്റെ വീട്ടിൽ പോയ വീഡിയോസ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം ട്രെൻഡിങ് പോയിരുന്നു. അവർ തന്നെ അത് ആസ് യൂഷ്വൽ അവർ ട്രെൻഡിങ്ങിൽ പോയ വീഡിയോസ് അപ്പം തന്നെ എടുത്ത് കമ്മ്യൂണിറ്റിയിലിടും. സോ ആ പ്രോസസ്സ് ഇപ്രാവശ്യം പാർട്ട് 3യും ട്രെൻഡിങ്ങിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കണ്ടന്റ് മേക്കിങ്ങിൻ്റെയും യൂട്യൂബ് അക്കൗണ്ട് എങ്ങനെയാണോ കൊണ്ട് നടക്കുന്നത് അവരുടെ ആ വേ ഓഫ് സാധനമാണോ അതൊക്കെ, ദാറ്റ്സ് ഫൈൻ. കഴിഞ്ഞ പാർട്ട് 1, പാർട്ട് 2 കണ്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഓവർഡോസ്, സെന്റിമെന്റ്സിന്റെ ഒരു ഓവർഡോസ്. മറ്റേ ജിത്തുപോയ പാട്ട് എള്ളുവായ പൂക്കളെ ആ സാധനം വോട്ടവർ കുട്ടികളെ കാണിക്കുമ്പോഴും വൈഫിനെ കാണിക്കുമ്പോഴും പിന്നെ അവരെന്തെങ്കിലും പറയുമ്പോഴൊക്കെ ഇങ്ങനെ നേരെ കൊല്ലം സുധിച്ചേട്ടൻ്റെ ഫോട്ടോന് മുകളിൽ സൂം ചെയ്ത് ആ ഒരു ഓവർഡോസ് ഓഫ് ഇമോഷൻ, അതെന്തോന്നിട അത് കണ്ടന്റ് മേക്കിംഗ് ആണെങ്കിലും ഇപ്പം നമ്മളെന്തിനാ വീഡിയോ കാണുന്നത്? ബേസിക്കലി എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ, അവരെങ്ങനെ മുന്നോട്ട് പോകുന്നു, എന്തൊക്കെയാണ് കാര്യങ്ങൾ, അപ്ഡേറ്റ്സ് കിട്ടാനാണ് എല്ലാവരും ആ വീഡിയോ കാണുന്നത്. അപ്പോൾ ആ വീഡിയോ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് സന്തോഷവും അവരുടെ ഹാപ്പിനെസ്സും ഒക്കെയാണ്. പക്ഷെ വീഡിയോൻ്റെ അകത്ത് ഈ പറഞ്ഞ ഓവർഡോസ് മറ്റേ സെൻറ്റിമെൻറ്റ്സ് വരുമ്പോൾ കാണുന്ന നമുക്ക് തന്നെ ഒരു ക്രിഞ്ച് ഫീലിംഗ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാനത് വന്ന് പ്രസൻറ്റ് ചെയ്ത് പോയത്. എനിക്ക് തോന്നുന്നു അതിനുശേഷം ഒരുപാട് പേരും സെയിം കാര്യം കമൻറ്റ് ബോക്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല, കാരണം ഈ ടണ്ണാനാ ഇത് മുണ്ടിയ ഈ പുട്ടിൽ തേങ്ങ മാതിരി ആ സാധനം ഇങ്ങനെ വരികയായിരുന്നു. അതെ, ഇപ്പൊ സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എനിക്കൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല തോന്നുന്നുണ്ട്. അത് വന്നു പോകും അല്ലേ? എനിക്ക് അങ്ങനെ കേട്ടോ പേഴ്സണലി ഫീൽ ആകും. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മളത് പറയുമല്ലോ, അവനുണ്ടായിരുന്നെങ്കിൽ അവളുണ്ടായിരുന്നെങ്കിൽ അത് പറയും. പക്ഷെ ചിലപ്പോൾ അതും ജിത്തുപോയി പറഞ്ഞ മാതിരി ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ ചിലർക്ക് കൂടുതലായിട്ട് തോന്നാം. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു കോണ്ടന്റ് ചെയ്യാൻ കാരണം പാർട്ട് 3 വന്ന ടൈമിൽ ഞാൻ ആ പാർട്ട് 3 ഇപ്പം കണ്ടു. പാർട്ട് 3യിൽ എനിക്കറിയില്ല ഈ ആളുകളുടെ ഈ ഒരു എന്താ പറയുക പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ആളുകൾ പറയുന്നത് അവർ കേട്ടിട്ടാണോ എന്നറിയില്ല, ആ ഒരു സാധനം എടുത്ത് മാറ്റിയിട്ടുണ്ട് അല്ലേ? ഞാൻ ആ കംപ്ലീറ്റ് വീഡിയോ കണ്ടതിൽ അതെ പല പോർഷൻസിലും അവർക്ക് സാഡ് BGM പ്രീവിയസ് വീഡിയോസിൽ ഇട്ട പോലെ ഇടാമായിരുന്നു. എഡിറ്റ് ചെയ്ത വ്യക്തിക്കുള്ള ഇൻഫർമേഷൻ കറക്റ്റായിട്ട് കൊടുത്തത് കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പബ്ലിക്കിൽ ഇതിനെക്കുറിച്ചൊരു സംസാരം വരുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടായിരിക്കണം. ആ ഒരു എക്സ്ട്രാ ഡോസ് ഉണ്ടല്ലോ, അതെന്തായാലും മാറ്റിയിട്ടുണ്ട്. അത് നന്നായി, കാരണം അതുകൊണ്ട് തന്നെ എന്താ പറയുക, ആ തേർഡ് പാർട്ട് കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. അതൊരു നമുക്ക് ഓക്കെ നല്ല ഫുള്ളായിട്ട് അങ്ങോട്ട് എന്താ പറയുക ഈ ഇമോഷണൽ ഓവർഡോസ് തരാത്ത രീതിയിലാവുമ്പോൾ എനിക്ക് പേഴ്സണലി അത് ഞാൻ കംപ്ലീറ്റ് ഇരുന്ന് അത് അടിപൊളിയായിട്ട് കണ്ടു. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അതിൽ 1-2 കാര്യം കൂടിയും പറയാനുണ്ട്. ഈ ഒരു ഇമോഷണൽ ഓവർഡോസ് കുറഞ്ഞത് മാത്രമല്ലാതെ 1-2 കാര്യം കൂടിയും പറയാനുണ്ട്. അതും കൂടി ഞാനിവിടെ വയ്ക്കാം. ചിന്നു 9ൻ്റെ അന്ന് സുധിച്ചേട്ടൻ മരിച്ചതിൻ്റെ 9ൻ്റെ അന്ന് ഇങ്ങനെ ചിന്നു അമ്മയും കൂടെ എന്നെ വിളിക്കുക, സംസാരിക്കുക, ഇങ്ങനെ ആശ്വസിപ്പിക്കുകയല്ലേ. ആ കൂട്ടത്തിൽ കുഞ്ഞ് കരഞ്ഞപ്പോഴത്തേന് ചിന്നു ചോദിച്ചാൽ എന്തിനാ കരയുന്നത് ചേച്ചി, എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതവൻ ടോയ്ക്ക് എന്തോ വേണ്ടിയിട്ടാണ് കരയുമായിരുന്നു, നല്ല കരച്ചിലായിരുന്നു. ചേച്ചി ഒന്ന് ഫോൺ വെച്ചെന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് എന്തുവാ സംഭവം എന്നാന്ന് ഓർത്ത്. എന്നാ ചിന്നു ചേച്ചി ഫോൺ വെച്ചേ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇതേ ടോയ്ക്കുള്ള പൈസ ഇട്ട് കൊടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ, മേടിച്ച് കൊടുക്കാൻ. ഓർക്കുന്നുണ്ടോ ചിന്നുവേ? കുഞ്ഞിന് അന്നേരം എന്താ പറയുക, എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അന്നേരം ടോയ് മേടിച്ച് കൊടുത്തവർ ആ സമയത്ത് 9ൻ്റെ അന്ന്. അങ്ങനെ അന്ന് മുതൽ കരുതുന്ന ചിന്നു. അന്നല്ല, അതിന് മുന്നേ ഏട്ടനുള്ളപ്പോഴും ഒരുപാട് എന്താ പറയുക ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അന്നും ഇന്നും ഈ നിമിഷം വരെ ഞങ്ങൾ നന്നായിട്ട് കരുതുന്നുള്ള ഞങ്ങളുടെ ചിഹ്നമായി ഇരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇതൊന്നും എടുത്ത് വെക്കാൻ കാരണം എന്താ വെച്ചാൽ കുറേ ഇപ്പോൾ 1-2 വീഡിയോ ഇവരുടെ ആ ഒരു പെർട്ടിക്കുലർ സുധിച്ചേട്ടൻ റിലേറ്റഡ് ആയിട്ട് ആദ്യം ഒന്ന് കരഞ്ഞ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഈ അവരുടെ വീട്ടിലേക്ക് പോയ വീഡിയോ, ഇതൊക്കെ ഞാൻ റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ കൃത്യമായി പറയുന്നുണ്ട്, അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അടിപൊളിയാണ്, അവർ ചെയ്യുന്നത് അവർക്കേ ചെയ്യാൻ പറ്റും, അവരത് കൃത്യമായി ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ കരഞ്ഞ വീഡിയോ കുറേ പേര് വിമർശിച്ചപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ സങ്കടമാണ്, പിന്നെ യൂട്യൂബാണ്, ഡിമാൻഡ് ചെയ്യും ആളുകൾ നിങ്ങളുടെ ഒരു അഭിപ്രായമോ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്നുള്ളത്. അപ്പോൾ ആ ടൈമിൽ ചിലപ്പോൾ ഇമോഷൻ വരുമ്പോൾ കരയും. പക്ഷെ അവിടെയും ഈ ചില സാധനങ്ങൾ കണ്ടന്റ് മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചില സാധനങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
എഗെയിൻ കഴിഞ്ഞ വട്ടം വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ ചെയ്ത കാര്യവും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അതിലൊന്നും അവരെ ക്രിട്ടിസൈസ് ചെയ്യാനില്ല. കാരണം അവരത് ചെയ്യുന്നുണ്ട്. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചെയ്യുന്ന കാര്യം നല്ലത് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അല്ലാതെ ഞാൻ കുറേ പേര് പറഞ്ഞ് ചെയ്തും കണ്ടു. ഇത് യൂട്യൂബിലൂടെ വീഡിയോ ഇട്ടിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് സുധിച്ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക, അത് എന്തോ വോട്ടവർ ചെയ്യുന്നുണ്ട് അവർ കൃത്യമായിട്ട്. കഴിഞ്ഞ വീഡിയോയിനകത്ത് ഡ്രസ്സ് മേടിച്ചതും എല്ലാം കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോയിലാണെങ്കിലും കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മാക്സിമം അവരെ ഇപ്പോൾ ഈ പറഞ്ഞ സുധിച്ചേട്ടൻ്റെ വൈഫ് വരെ പറയുന്നു ഓരോ സമയത്തും കൃത്യമായിട്ടുള്ള സഹായങ്ങൾ അവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ആ കണ്ടന്റ് മേക്കിങ്ങിലേക്ക് വരുമ്പോൾ മാത്രം ഈ പറഞ്ഞൊരു എന്താ പറയുക ഒരു ഓവർഡോസ് സാധനം അതിനെക്കുറിച്ചിട്ടാണ് കൃത്യമായ വിമർശനങ്ങൾ പറയുന്നത്. അല്ലാതെ ലക്ഷ്മി നക്ഷത്രം ചെയ്തത് അങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ ഇത് ചെയ്യണം അങ്ങനത്തെ ചോദ്യങ്ങളല്ല അല്ലേ. അവർ ചെയ്യുന്ന പ്രവർത്തികൾ നല്ലതാണെന്ന് തന്നെയാണ് പറഞ്ഞിട്ട് പോകുന്നത്. ശരിക്കും എന്താ പറയുക, നമ്മൾ സുചേട്ടൻ്റെ വീട്ടിലേക്ക് പോണതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടെ, ഞാൻ ഇന്ന് വന്നതിന് വേറൊരു മോട്ടീവും കൂടെ ഉണ്ട്. എന്താ പറയുക, ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എന്തിനാ കാണിക്കണേന്നുള്ളത്. അത് എനിക്ക് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അങ്ങനെ ഓരോരുത്തരും ചെയ്യുന്ന കാണുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അത് വലിയൊരു പുണ്യമല്ലേ. ഞാൻ ഈ അടുത്ത് UK പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി UK ഞാൻ പോയത് ഒരു ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇനോഗ്രേഷനൊക്കെ പോയപ്പോൾ ഏറ്റവും അധികം ആൾക്കാരുടെ അടുത്ത് ചോദിച്ചത് നമ്മുടെ കൊല്ലം സുധിയുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ ഭാര്യ മക്കൾ അവരൊക്കെ സുഖമായിട്ടിരിക്കണോ, എങ്ങനെയാണ് ഇപ്പോൾ അവരുടെ ഒരു ലൈഫ് മുന്നോട്ട് പോണേന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ UK ഒരു ചാരിറ്റി അസോസിയേഷൻ എൻ്റെ കയ്യിൽ കുറച്ച് ഫണ്ട് തന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് നേരിട്ട് കൊടുക്കുകയും വേണം. അവർക്ക് പേര് പറയാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് പേര് റിവീൽ ചെയ്യാത്തത്. അപ്പോൾ സുധിച്ചേട്ടനെ ലൈക്ക് നമ്മുടെ നാട്ടിലുള്ളവർ മാത്രമല്ല എത്രയോ പേര് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതിൻ്റെ വലിയ എക്സാമ്പിളായിരുന്നു അന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് കൊടുക്കുകയാണ്. എന്തിനാ ഇത് കാണിക്കണേ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഇത് കണ്ട് ആർക്കെങ്കിലും ഒക്കെ സഹായിക്കാൻ തോന്നിയാൽ, കാരണം ഈ കാണണ പോലെയല്ല പിന്നിലെ ജീവിതം എന്ന് പറയണേ. അപ്പോൾ ക്ഷമ അതൊന്ന് തരും. അപ്പോൾ ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ പിടിക്കുക. വീട്ടിലെ ഗൃഹനാഥനും അതുപോലെ തന്നെ നാദയും സുധിച്ചേട്ടൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സുധിച്ചേട്ടൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അവർ തന്നു വിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഞാനിവിടെ ഭദ്രമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. പേര് പറയാൻ താല്പര്യമില്ലാത്ത ഒരു ചാരിറ്റബിൾ അസോസിയേഷനാണ് UK. അവരിത് കാണുന്നുണ്ടായിരിക്കും. ഒരു നല്ല കാര്യമല്ലേ സഹായിക്കുന്നത്. കുടുംബത്തിനെ സഹായിക്കാൻ അവർ കുറച്ച് പേര് പൈസ കൊടുക്കുക, എല്ലാം ഫൈൻ. ലക്ഷ്മി നക്ഷത്ര ത്രൂ അത് കൊടുക്കുന്നു. ആൻഡ് ലക്ഷ്മി നക്ഷത്രം പറഞ്ഞൊരു കേസിലാണ് ഞാൻ പറയുന്നത്. അതായത് സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ, അങ്ങനെ സഹായിക്കാൻ താല്പര്യമുള്ളവർ സുധിച്ചേട്ടൻ്റെ ഫാമിലിയുടെ കേസിൽ പെർട്ടിക്കുലർലി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സുധിച്ചേട്ടൻ്റെ വൈഫിനൊരു ജോലി മേടിച്ചു കൊടുക്കണം അല്ലേ. അതാണ് ആദ്യം ചെയ്യേണ്ടത്, അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാലോ. അതെ, കാരണം ഇല്ലെങ്കിൽ ഇതൊരു ലേറ്റർ സ്റ്റേജിൽ നമ്മൾ എത്രത്തോളം സഹായങ്ങൾ ആളുകളെ നിന്ന് മേടിക്കുന്നു, ആളുകൾ നമ്മൾ എത്രത്തോളം സഹായിക്കുന്നു, ആ സഹായിക്കുന്ന വ്യക്തികളും അല്ലെങ്കിൽ സഹായം കിട്ടുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ബാക്കി സൊസൈറ്റിയും ഇവരുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലും. ഇത് ഇന്ന് ആരും ഒന്നും പറയില്ല. ഇതേപോലെ ആളുകളുടെ സഹായത്തിൻ്റെ മുകളിലും ജീവിച്ച് മുന്നോട്ട് പോയാൽ ആളുകൾ പറയും എനിക്കത് ചെയ്തൂടെ, എനിക്കിത് ചെയ്തൂടെ, നീ എന്തിനാ ഇത് ചെയ്യും. ആളുകൾ വന്നിട്ട് നമ്മളെ ലൈഫിൽ കൈ കടത്താൻ തുടങ്ങും. മാത്രല്ല നമ്മൾ എത്ര എങ്ങനെ സഹായം വയ്ക്കുമ്പോൾ കുറച്ച് എത്ര എങ്ങനെ എന്ത് വന്നാലും കുറച്ച് കഴിഞ്ഞാൽ അതൊരു ബാധ്യത. അതെ, എല്ലാവരും ഈ സഹായം ചെയ്യുന്നവർ തന്നെ ചോദ്യവും പറച്ചിലും ആവും. എപ്പോഴും സഹായിക്കാൻ പറ്റുമോ എല്ലാവർക്കും വരും. സഹായിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്യണം, അത് ചെയ്യണം, അത് ചെയ്യരുത്, അത് അങ്ങനെ ഒരു കേസ് വരും. പിന്നെ സുധിച്ചേട്ടൻ്റെ വൈഫ് എനിക്ക് തോന്നുന്നത് നല്ല എഡ്യൂക്കേറ്റഡ് ആണ് ആള്. അപ്പോൾ നിങ്ങളെ കൊണ്ടൊരു ജോബ് അല്ലേ, 24 എന്തൊക്കെയാ ജോബ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, 24 ജോബ് കൊടുക്കുന്നൊക്കെ പറഞ്ഞതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോക്കകത്തും അവർ പറയുന്നുണ്ട് ജോബ് ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സോ ജോബ് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റും, അതിന് കപ്പാസിറ്റി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതാണ് മെയിനായിട്ട്. അവർക്ക് അങ്ങനെ ജോലിയും കാര്യങ്ങളൊക്കെ അവരും എൻഗേജ്ഡ് ആവും, ഫാമിലി അടിപൊളിയായിട്ട് പോകും. സോ ആ ജോബ് എന്നുള്ളൊരു സാധനത്തിൽ കൂടുതൽ ആർക്കെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ. ശരിക്കും അങ്ങനെ ഒരു സഹായം ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്നേക്കുമായിട്ടുള്ള ഒരു ഹെൽപ്പാണത്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതെ, പിന്നെ കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളൊരു ഇതിൽ മാത്രം പോയാൽ മതി. അപ്പോൾ ജോബ് എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചാനലിൽ തന്നെ ചെയ്യാം അല്ലേ.
ചാനലിൽ തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്, കാര്യങ്ങൾ അറിയാം. സുധിച്ചേട്ടൻ്റെ ഒപ്പമാണെന്നുണ്ടെങ്കിലും നിൽക്കുന്ന സമയത്ത് അത്യാവശ്യം കാര്യങ്ങളും കോർഡിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ ശീലം ഉണ്ടാവും. ആൻഡ് മക്കൾ ഒരാൾ ചെറുതാണ്, ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാം ജോലി ഡിപ്പെൻഡ് ചെയ്തിരിക്കും ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളത്. ജോബാണ് മെയിൻ. ആളുകളുടെ സഹായം പിന്നെ അവരുടെ ഇഷ്ടമാണ്, സഹായിക്കാതിരിക്കുക. ജോലി കൊടുക്കുക അല്ലെങ്കിൽ ജോലിക്കുള്ള ഹെൽപ്പ് ചെയ്യുക. എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഈ ആളുകളെ സഹായം നിൽക്കുന്ന ഒരു സമയം വരും. അതെ, അവർക്ക് മുന്നോട്ട് പോവാ ലൈഫ്. അതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെയും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ എന്താ പറയുക, ഈ വീട് റെൻറ്റ് ഹൗസാണെന്നറിയാമല്ലോ. അതിൻ്റെ എനിക്ക് ജോലി ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ റെൻറ്റ് കൊടുക്കുന്നത് നമ്മുടെ ഷോ ഡയറക്ടർ അനൂപേട്ടൻ്റെ ഇടപെടലിൽ നമ്മുടെ ഫാൻസുകാരാണ്. സ്റ്റാർ മാജിക് ഫാൻസിലെ പിള്ളേരാണ് എല്ലാ മാസവും വാടക റെൻറ്റ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ എല്ലാവർക്കും, അതുപോലെ അനൂപേട്ടന് നന്ദി, ശ്രീകണ്ഠ സാറിന് നന്ദി, അതുപോലെ എന്താ ഫ്ലവേഴ്സിന് നന്ദി, എല്ലാവർക്കും, KHDC, അതുപോലെ എല്ലാവർക്കും, സൂചിച്ചേട്ടനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഞങ്ങളെ ഇപ്പം എന്താ പറയുക സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദി. അപ്പം ഞാൻ പോവാണ്. എന്താ പറയാനുള്ളേ? എപ്പോഴും കാണണം ഞങ്ങളുടെ കൂടെ. ആ ഒരു വാക്ക് അന്ന് പറഞ്ഞ വാക്കാണ് 6 മാസം മുന്നേ, അതേപോലെ പാലിക്കുന്നുണ്ട് ചിന്നു കേട്ടോ. ഞങ്ങളെ അന്നും ഇന്നും ഒരുപോലെ കരുതുന്ന ഒരാളാണ് ചിന്നു, എല്ലാ മാസവും. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര നന്ദിയുണ്ട് ചിന്നുവിൻ്റെ അടുത്ത്. എഗെയിൻ ഈ പോർഷനും കൂടി വെക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാർ മാജിക്കിൻ്റെ ഒരു ഫാൻ ഫോളോയിങ് അല്ലേ. ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു വട്ടം സ്റ്റാർ മാജിക്കിൻ്റെ ഒരു വീഡിയോ ഇട്ട സമയത്ത് സ്റ്റാർ മാജിക്കിൻ്റെ പേരിൽ കുറേ ഫാൻസ് വന്നിട്ട് ഇന്നെ തെറി വിളിച്ചിട്ട് പോണ്, ഇതിന് PR വർക്കാണോ, ഇതെന്താ അവസ്ഥ എനിക്കറിയില്ല. ബേസിക്കലി സ്റ്റാർ മാജിക്കിന് ഒരു ടോക്സിക് ഫാൻ ബേസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളല്ലേ സോഷ്യൽ മീഡിയയിൽ പൊതുവേ പറയാറ്. ഓക്കെ, പക്ഷേ അതെ, അത് സൈബർ സ്പേസിലുള്ള ഈ ഫാൻസ്, അതായത് കമന്റോളികളായിട്ട് വരുന്ന സ്റ്റാർ മാജിക്കിന്റെ പേരിൽ വരുന്ന ആളുകളാണെന്നാണ് എനിക്ക് പേഴ്സണലി ഇപ്പോൾ തോന്നുന്നത്. കാരണം അവരിങ്ങനെ ഒരു സഹായം ആ കുടുംബത്തിന് സ്റ്റാർ മാജിക്കിന്റെ ഒരു ഫാൻ ബേസിൽ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിക്കും ഭയങ്കര വലിയ സഹായം. കാരണം ആരും അറിയാതെ ചെയ്യുന്ന സഹായങ്ങളാണ്. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു മമ്മൂട്ടിയുടെയോ മോഹൻലാലിന്റെയോ പൃഥ്വിരാജിന്റെയോ ദിലീപിന്റെയോ ഫാൻസ് അല്ല, ഒരു TV ഷോന്റെ ഫാൻസ്. നിങ്ങൾ ആ ഫാമിലിയിൽ ആ ഷോയുടെ ഭാഗമായിട്ട് നിന്നൊരു വ്യക്തിക്ക് ഒരു ഇത് സംഭവിച്ചു, ആ ഫാമിലി ഒറ്റപ്പെട്ടു എന്ന് അറിയുമ്പോൾ അതെ, നിങ്ങൾ മുന്നിട്ട് നിന്ന് അവരുടെ ആ ഒരു വാടക കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് റിയലി അപ്രീഷിയേറ്റബിൾ. നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം അതൊക്കെ വളരെ വലിയ കാര്യമാണ്. ഓക്കെ, അതൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി. ആൻഡ് ലക്ഷ്മി നക്ഷത്രം ഓൾസോ ലൈക്ക് ഈ ഒരു BGM സാധനം ഈ ഒരു വീഡിയോയിൽ നിന്ന് മാറ്റിയത് തന്നെ വലിയൊരു കാര്യം അല്ലേ. അപ്പോൾ ദാറ്റ് ഷോസ് ഓക്കെ, സാധനങ്ങൾ അറിയുന്നുണ്ട്, ആളുകൾ എന്താണോ അവരുടെ അഭിപ്രായം അത് കൃത്യമായി അറിയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി ഈ ഒരു വീഡിയോയിൽ നിന്ന്. ഓക്കെ, കാരണം ഇതിൽ കുറേ പോർഷൻസ് ഉണ്ട്. വീട് കാണിക്കുന്ന പോർഷൻ, കുട്ടിക്ക് ടോയ്സ് കൊടുക്കുന്ന പോർഷൻ, ഈവൻ വൈഫ് സംസാരിക്കുന്ന പോർഷൻ, ഇതിനകത്ത് കുറേ പോർഷൻസ് നിങ്ങൾക്ക് അത് വെക്കാനുണ്ടായിരുന്നേ. പക്ഷെ അതൊന്നും നമ്മള് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ രസമായിരിക്കും, പക്ഷെ കേൾക്കുന്നവർക്ക് അത് എപ്പോഴും ഭയങ്കര രസമല്ല, അത് ഭയങ്കര അരോചകമാണ്. അങ്ങനെ ഒരു സംഭവം അത് കുറച്ച് കൂടുതലാണ് അങ്ങനെ തോന്നും നമുക്ക്. ഓക്കെ, എന്തായാലും അത് മാറ്റിയത് എന്താണെങ്കിലും നന്നായി. സോ ആദ്യം അതിലായിരുന്നു വിമർശനം, ഇപ്പം അത് മാറ്റിയപ്പോൾ ആ വിമർശനം മാറി കിട്ടി. ഓക്കെ, കാണാനും അവരുടെ സിറ്റുവേഷൻ അറിയാനും പറ്റുന്നുണ്ട് അല്ലേ.